സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നത് തുടർച്ചയായിട്ടുള്ള സുവിശേഷ ഭാഗമല്ല, മറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളും അതിനെ തുടർന്ന് 4-ാം അധ്യായത്തിലെ ചില വാക്യങ്ങളും. ഈ തുടക്കത്തിൽ തന്നെ, ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ ലൂക്കാ സുവിശേഷകൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള പഠനങ്ങൾക്ക് ശേഷം, അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞതിന് ശേഷമാണ് ലൂക്കാ സുവിശേഷകൻ ഈ സുവിശേഷം രചിക്കുന്നത്. അതായത് അദ്ദേഹം യേശുവിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള സത്യം പകർന്ന് നൽകുവാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് അതിൻ്റെ ആവശ്യകത നമ്മൾ ചോദിക്കും. എന്തുകൊണ്ടാണ് ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ എഴുതുന്നത്? അതിന് കാരണമുണ്ട്. സഭയുടെ ആദ്യ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ രചിക്കപ്പെട്ടിരുന്നു. ഇവയിൽ പലതും ശരിയായിട്ടുള്ള അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള എഴുത്തുകളായിരുന്നില്ല. മറിച്ച് യേശുവിനെ പലരും എന്തൊക്കെയോ പ്രത്യേക കഴിവുള്ള, മാജിക്കൽ പവറുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവരുടെ രചനകളിലൂടെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് സഭ ഇങ്ങനെയുള്ള രചനകളെ സ്വീകരിച്ചില്ല. അപ്പോക്രിഫ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിലാണ് ഇവയൊക്കെ, ഇങ്ങനെയുള്ള രചനകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തോമസിൻ്റെ സുവിശേഷവും മറിയത്തിൻ്റെ സുവിശേഷവും യാക്കോബിൻ്റെ സുവിശേഷവുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവയൊക്കെ ഈ പറയുന്ന വ്യക്തികൾ രചിച്ചതാണെന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പുമില്ല. മറ്റുള്ളവർ അവരുടെ പേരിൽ എഴുതിയതാകാം. ഏതായാലും സഭ ഇങ്ങനെയുള്ള ഈ വളരെ ആകർഷകങ്ങളായിട്ടുള്ള രചനകളെ, യേശുവിൻ്റെ സ്വഭാവത്തിന് നിരക്കാത്ത രചനകളെ ബൈബിളിൽ ഉൾപ്പെടുത്തിയില്ല. ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ യേശുവിനെ സെൻസേഷണലായിട്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മാജിക്കൽ പവറുള്ള ഒരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കാനല്ല ശ്രമിക്കുക. മറിച്ച് യേശു മിശിഹ ആണ് എന്നാണ് ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. അതിനുവേണ്ടി അക്കാലത്ത് അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്ന എല്ലാ വിശ്വസനീയമായിട്ടുള്ള ഉറവിടങ്ങളെയും അദ്ദേഹം അവലംബിക്കുക. ഈ വിശ്വസനീയത എന്നുള്ളത് അക്കാലത്തെ മാത്രം ഒരു പ്രശ്നമായിരുന്നില്ല. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത്. പ്രത്യേകിച്ച് നമ്മുടെ ആശയവിനിമയങ്ങളിൽ വന്നിരിക്കുന്ന സ്ഫോടനാത്മകമായിട്ടുള്ള വളർച്ച. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇന്ന് വായിക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം പൂർണ്ണമായിട്ടും സത്യമാണോ? അങ്ങനെ വിശ്വസിക്കുവാനായിട്ട് നമുക്ക് ഒരു നിവൃത്തിയുമില്ല. ആ ഗണത്തിൽ വളരെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ പെടുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആശയത്തിൽ നിന്നും അഭിപ്രായത്തിൽ നിന്നും അവരുടെ ചില ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ആശയവിനിമയം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അർത്ഥസത്യങ്ങളായിരിക്കാം, അപൂർണങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ലൂക്കാ സുവിശേഷകൻ നമ്മളെ തൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വരികളിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഇതുതന്നെയാണ്. നമുക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന നിലപാടിനെ പറ്റി. നമുക്ക് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അടിസ്ഥാന ഘടകമാണ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക. നമ്മുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി, നമ്മൾ വിശ്വസിക്കുന്ന ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യത്തെ വികൃതമാക്കുവാനായിട്ട്, സത്യത്തെ വളച്ചൊടിക്കുവാനായിട്ട് നാം ഒരിക്കലും ശ്രമിക്കരുത്. സത്യസന്ധതയും വിശ്വസനീയതയും ഒക്കെ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഗുണങ്ങളാണ്. ഈ സത്യത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ലൂക്കാ സുവിശേഷകനെ പോലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ, അറിവുകളെ സത്യസന്ധതയോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി
പരിശോധിക്കുവാനായിട്ട്. അത് പൂർണ്ണ ഉറപ്പോടുകൂടി മാത്രം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ചിന്താരീതി എന്താണ്? മനുഷ്യരെപ്പറ്റി, മറ്റ് ചിന്താധാരകളെപ്പറ്റി ഏതുതരം വികാരമാണ് നമ്മളെ നയിക്കുന്നത്? സത്യമാണോ അതോ അന്ധമായിട്ടുള്ള പകയും വിദ്വേഷവുമാണോ? നമ്മൾ അർദ്ധസത്യങ്ങളിലാണ് ജീവിക്കുന്നത്. മറ്റുള്ളവരെ ഇങ്ങനെ അസത്യങ്ങളിലേക്കും അർദ്ധസത്യങ്ങളിലേക്കും തള്ളിവിടുന്നുണ്ടോ നമ്മൾ? പർദീസായാലും സംഭവിച്ചത് അതുതന്നെയാണ്. ആദത്തിൻ്റെയും ഹവയുടെയും അടുത്ത് വരുന്ന സാത്താൻ പറയുന്നത് അർദ്ധസത്യമായിരുന്നു. അതുകൊണ്ട് അവർക്ക് അവരുടെ പർദീസ നഷ്ടമാവുകയാണ്. കാരണം അവർ ഈ അർദ്ധസത്യത്തിൽ വിശ്വസിച്ചു. ലൂക്കായ്ക്ക് യേശു എന്നുള്ളത് മിശിഹായാണ്. മിശിഹ സത്യമാണ്. അവനിൽ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സത്യത്തിൽ അധിഷ്ഠിതമായിട്ട്, നന്മയിൽ അധിഷ്ഠിതമായിട്ട് ക്രമപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ടോ? അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.